ത്രിഞ്ചരന്റെ തലയൊന്നറുത്തുടൻ ധാത്രിയിലിട്ടാൻ അതു നേരം അപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല. കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായി തപ്പോളതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാനരക്ഷണാൽ. യുദ്ധം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുകുലസത്തമൻ. പിന്നെയും 10 തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും. ഇങ്ങനെ 100,000 തല പോകിലുമെങ്ങും കുറവില്ലവൻ തല 10നും. രാവണനെ കൊല്ലാൻ ശ്രമിച്ചിട്ടും രാവണൻ ചാവുന്നില്ല. ഒരു തല കണ്ടിക്കുമ്പോൾ ആ സ്ഥലത്ത് വേറൊരു തലയാണ് കിളിക്കുന്നത്, വേറൊരു തല കണ്ടിക്കുമ്പോൾ അവിടെ വേറെ തല കിളിക്കുന്നു. ഇങ്ങനെ ഒരുപാട് തലകളായ ആ പ്രദേശം മൊത്തം രാവണന്റെ. എന്നിട്ടും രാവണന്റെ തലയ്ക്ക് ഒരു കുറവും ഇല്ല. അതെങ്ങനെ സംഭവിക്കുന്നു? ഇവിടെ നമ്മൾ ജ്ഞാനദൃഷ്ടിയിലൂടെ കാണുകയാണെങ്കിൽ ഓരോ മനുഷ്യന്റെ ഉള്ളിലും രാവണനെ പോലെ പഞ്ചവികാരങ്ങളുണ്ട്. 5 വികാരം സ്ത്രീയുടെ, 5 വികാരങ്ങൾ പുരുഷന്റെ. കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം. ഇത് 5ഉം ഒരുമിച്ച ഒരു രൂപമാണ് രാവണന്റെ രൂപം. ഇങ്ങനെ ഈ രാവണന്റെ തലയെ ഖണ്ഡിക്കുമ്പോൾ വീണ്ടും വീണ്ടും വരുന്നതിന് കാരണം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഉള്ളിലുള്ള ഈ പഞ്ചവികാരങ്ങൾ രാവണൻ ഒരു ദിവസം നമ്മൾ ദേഷ്യത്തെ കളയും. ദേഷ്യത്തെ കളഞ്ഞ ദിവസം ഉണ്ട്, ഇതാ ഞാൻ ദേഷ്യം പെട്ടില്ല, അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ ദേഷ്യം വന്നില്ല എന്ന അഹങ്കാരമാ അവിടെ കിളിക്കുന്നത്. ഒരു ദിവസം നമ്മൾ കാമത്തെ ജയിച്ചാൽ ആ കാമത്തിന് പകരം വരുന്നത് അവിടെ കോപമാണ്. ഒരു ദിവസം നമ്മൾ കോപത്തെ ജയിച്ചാൽ അതിന് പകരം വരുന്നു അത്യാഗ്രഹമാണ് വരുന്നത്. ഒരു ദിവസം നമ്മൾ അത്യാഗ്രഹത്തെ ജയിച്ചാൽ ഉടനെ വരുന്നു മോഹം. ഇങ്ങനെ ഒന്നിനെ കൊല്ലുമ്പോൾ വേറൊന്ന് അവിടെ കിളിക്കുന്നു. ഇതാണ് രാവണന്റെ തല ഖണ്ഡിക്കുമ്പോൾ വേറെ തല കിളിക്കുന്നു എന്നതിന്റെ ഭാവാർത്ഥം. അവസാനം രാവണൻ എങ്ങനെയാ കൊന്നത്? രാവണന്റെ വയറ്റില് ഒരു അമൃതമുണ്ട്. ആ അമൃതത്തിലേക്ക് ഉന്നായം വെക്കുമ്പോഴാണ് രാവണൻ പൂർണ്ണമായും ചാവുന്നത്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് നാം നമ്മുടെ ഉള്ളിലുള്ള ദുർബലതയെയും നമ്മുടെ ഉള്ളിലുള്ള ബലഹീനതയെയും ബാഹ്യമായി മാത്രമേ നാം കളയുന്നുള്ളൂ. പലതിനും നാം മറ്റുള്ളവരെയാണ് വിരൽ ചൂണ്ടുന്നത്. അവര് കാരണമാണ് എനിക്ക് ദേഷ്യം വന്നത്, ഇവര് കാരണമാണ് ഞാൻ കള്ളം പറയേണ്ടി വന്നത്, ഇത് കാരണമാണ് ഞാൻ ഈ പാപം ചെയ്യേണ്ടി വന്നത് എന്ന് നാം മറ്റുള്ളവരെയാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷെ ഏതൊരു വ്യക്തിയും അവനവനെ നോക്കുന്നില്ല. എന്റെ ഉള്ളിൽ എന്തിന്റെ പോരായ്മയാണുള്ളത്, എന്റെ ബലഹീനത എന്താണ്, എന്റെ ദുർബലത എന്താണ് എന്ന് നോക്കണം. നമുക്കറിയാം, പെട്രോളിന്റെ അടുത്ത് തീ കൊണ്ടുപോയാൽ മാത്രമേ തീ കത്തുള്ളൂ. കർപ്പൂരത്തിന്റെ അടുത്ത് തീ കൊണ്ടുപോയാലേ തീ പിടിക്കുള്ളൂ. വെള്ളത്തിന്റെ അടുത്ത് കൊണ്ടുപോയാൽ ഒരിക്കലും തീ പിടിക്കുന്നില്ല. അതുപോലെ എന്റെ ഉള്ളിൽ ദേഷ്യത്തിന്റെ അംശം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർ ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് ദേഷ്യം വരുള്ളൂ. എന്റെ ഉള്ളിൽ ശാന്തിയാണോ ഉള്ളതെങ്കിൽ ആരെത്ര തന്നെ എന്റെ മുന്നിൽ ദേഷ്യം കാണിച്ചാലും ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടില്ല. കാരണം എന്റെ ഉള്ളിലുള്ളത് ശാന്തിയാണ്. ഇവിടെ നാം അറിയേണ്ടത് എന്താന്ന് വെച്ചാല് ഓരോരുത്തരും അവരവരുടെ ഉള്ളിലുള്ള ഈ വികാരങ്ങൾക്ക് കാരണം എന്താണ് എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയം വ്യക്തമായി അത് പറഞ്ഞു തരുന്നുണ്ട്. ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള ബലഹീനതയ്ക്ക് കാരണം സ്വയം ശരീരമാണ് എന്ന് ധരിക്കുന്നതാണ്. സ്വയം ശരീരമാണെന്ന് ധരിക്കുമ്പോൾ ബാല്യകാലത്തിന് ശേഷം യുവത്വം വരികയാണ്. യുവത്വത്തിൽ ആദ്യം ഉണ്ടാകുന്നത് കാമം എന്ന വികാരമാണ്. കാരണം അവിടെ വന്നു ദേഹബോധം. കാമം വരുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും കോപം വരുന്നുണ്ട്. കോപത്തിലൂടെ ഉത്ഭവിക്കുന്നത് ലോഭമാണ്, അത്യാഗ്രഹം. അടുത്തത് മോഹം, അഹങ്കാരം. ഇങ്ങനെ ഓരോന്നിനും പരസ്പര ബന്ധമുണ്ട്. ഈ ദേഹബോധമാകുന്ന ആ റൂട്ട് കോസ്, ദേഹബോധമാകുന്ന അടിസ്ഥാനപരമായ ആ ബലഹീനതയെ നാം മനസ്സിലാക്കാത്തത് വരയ്ക്കും നമ്മുടെ ഉള്ളിലുള്ള രാവണനെ നമുക്ക് നിശേഷം കൊന്നൊടുക്കാൻ കഴിയുകയില്ല.
സൂര്യാനലന്മാരതിന്നു തരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്ത്യാ ജപിച്ചയച്ചിടിനാൻ. രാവണൻ തന്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരിധിയിൽ പുക്കു ചോര കഴുകി മുഴുകി വിരവോടു മാരുതവേഗേന രാഘവൻ തന്നുടെ തൂണിയിൽ വന്നിങ്ങു വീണു തെളിവോടു. ബാണവുമെന്തൊരു വിസ്മയം അന്നേരം തേരിൽ നിന്നാശു മറിഞ്ഞു വീണിടിനാൻ. പാരിൽ മരാമരം വീണ പോലെ തഥാ കൽപ്പകവൃക്ഷ പുതുമലർ തൂകിനാരുൽപ്പന്നമോദേന വാനവരേവരും. അർക്കകുലോദ്ഭവൻ മൂർധനി മേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു. പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാനർക്കനും നേരെയുദിച്ചാനതു നേരം മന്ദമായി വീശിത്തുടങ്ങി. പവനനും നന്നായി വിളങ്ങി ചതുർദശലോകവും താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. ഇങ്ങനെ രാവണനെ വധിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദശഹര ആഘോഷിക്കുന്നത്. വടക്കേ ഇന്ത്യയിലെ ദശഹര വളരെ നല്ല രീതിയിൽ ആഘോഷിക്കാറുണ്ട്. ദശഹര എന്ന് വെച്ചാൽ 10 തലയെ ഹരിക്കുക എന്നതാണ്. ലോകത്ത് ദശഹര ആഘോഷിക്കുമ്പോൾ ഒരു മൈതാനത്ത് രാവണന്റെ കോലം ഉണ്ടാക്കാറുണ്ട്. അതിനകത്ത് നിറയെ പടക്കങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് ദൂരെ നിന്ന് അതിനെ കൊളുത്തും. അപ്പൊ അങ്ങനെ ചിന്നി ചിതറുകയാണ് ചെയ്യുന്ന പടക്കം. അങ്ങനെ രാവണനെ കൊന്നൊടുക്കിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദശഹര ആഘോഷിക്കുന്നത്. വിജയദശമി എന്നാണ് പറയുന്നത്. വിജയം കൈവരിച്ചു. ഇവിടെ നമുക്കൊരു ചോദ്യം മനസ്സിൽ ഉദിക്കുന്നുണ്ട്. അതായത്, ശ്രീരാമൻ രാവണനെ കൊന്നു കഴിഞ്ഞു. വീണ്ടും വീണ്ടും നാം ഓരോ വർഷവും എന്തിനാണ് രാവണനെ കൊല്ലുന്നത്? ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല്, നമ്മുടെ ഉള്ളിൽ, ഓരോ സ്ത്രീയുടെ ഉള്ളിലും ഓരോ പുരുഷന്റെ ഉള്ളിൽ, കുടുംബ ജീവിതം എന്ന് വെച്ചാൽ ഗൃഹസ്ഥം എന്ന് വെച്ചാൽ സ്ത്രീയുമുണ്ട് പുരുഷനും ഉണ്ട്. ഇവരുടെ ഓരോരുത്തരുടെ ഉള്ളിലുമുള്ള പഞ്ചവികാരങ്ങൾ, കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, ഈ പഞ്ചവികാരങ്ങളെ പൂർണ്ണമായും ഹനിക്കണം എന്നാണല്ലോ നേരത്തെ അറിഞ്ഞത്. പക്ഷേ വീണ്ടും വീണ്ടും അത് ഉടലെടുക്കുകയാണ്. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓരോ വർഷവും രാവണനെ കൊല്ലുന്നത്. ഇതിലും ഒരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയുന്നത്, ഓരോ വർഷവും ഓരോ ഇഞ്ച് കൂട്ടിയിട്ടാണ് കത്തിക്കാറുള്ളത്, രാവണന്റെ കോലത്തിനെ കത്തിക്കാറുള്ളത്. അതായത് ഓരോ വർഷം തോറും മനുഷ്യന്റെ ഉള്ളിലുള്ള വികാരങ്ങൾ വളരുകയാണ് ചെയ്യുന്നത്. പണ്ട് കാലത്തൊക്കെ 60 വയസ്സായാൽ കുടുംബത്തിന്റെ പ്രാരാബ്ധങ്ങൾ മക്കളെയോ മരുമക്കളെയോ ഏൽപ്പിച്ചിട്ട് മാതാപിതാക്കൾ ഒരു ആശ്രമത്തിൽ പോയി ഈശ്വര നാമം ജപിച്ച് ജീവിക്കുമായിരുന്നു. പക്ഷെ ഇന്നോ യാതൊന്നും ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എല്ലാം തന്റെ കൈവെള്ളയിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രായമാകുമ്പോഴാണ് എന്നെ ആരും സ്നേഹിക്കാനില്ല, എന്നെ ആരും അന്വേഷിക്കാനില്ല എന്ന ഒരു ദുഃഖം അവരുടെ ഉള്ളിൽ വരുന്നത്. പക്ഷെ ഏതെങ്കിലും ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ടോ, എന്റെ ജീവിതത്തിൽ ഈ 10-60 വർഷം ഞാൻ ഒരുപാട് പേരുടെ സ്നേഹം നേടിയിട്ടുണ്ട്, എന്നെ ഒരുപാട് പേര് അന്വേഷിച്ചിട്ടുണ്ട്, എനിക്ക് അച്ഛന്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം, അമ്മാമന്റെ സ്നേഹം, മുത്തച്ഛന്റെ സ്നേഹം, എന്തിന് മക്കളുടെ കൊച്ചുമക്കളുടെ സ്നേഹം എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ആരെന്നെ സ്നേഹിച്ചാലും കുഴപ്പമില്ല, ആരെന്നെ അന്വേഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ആരും ചിന്തിക്കുന്നില്ല. എല്ലാം എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. അപ്പൊ നോക്കിക്കേ, മനുഷ്യന്റെ മനസ്സ് വളർന്നിട്ടില്ല. മനസ്സ് ചെറുതായി വരികയാണ്. ചെറുതായി വരിക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വിശാലതയില്ല, മൂല്യങ്ങൾ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, മനുഷ്യന്റെ ഉള്ളിലെ ആ വികാരങ്ങളെ എപ്പോഴാണോ നാം ഇല്ലാതാക്കുന്നത്, അപ്പോഴാണ് നമ്മൾ വിജയദശമി അല്ലെങ്കിൽ ദശഹരയായിട്ട് ആഘോഷിക്കുന്നത്. ഇതാണ് ദീപാവലി എന്ന് പറയുന്നത്. എപ്പോഴാണോ നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളെ നാം കത്തിച്ചു കളയുന്നത്, കൊന്നൊടുക്കുന്നത്, അപ്പോഴാണ് ആത്മദീപം പ്രകാശിക്കുന്നത്. ഓരോ കുടുംബത്തിലുള്ള ഓരോ ആത്മാക്കളും
പ്രകാശിക്കുന്ന ആത്മാക്കളായി തീരും. അങ്ങനെ ദീപമാലയുടെ ഉത്സവമായി ദീപാവലി ആഘോഷിക്കപ്പെടുന്നു. ദീപാവലിക്ക് മധുരം കൊടുക്കുന്നു, പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു, സന്തോഷമായിട്ട് എല്ലാവരും ഒരുമിച്ച് കഴിയുന്നു. അതായത് നാം പരസ്പരം മധുരമായിരിക്കണം എന്നതാണ് മധുരം കൊടുക്കുന്നതിന്റെ അർത്ഥം. പുതിയ വസ്ത്രം ധരിക്കുക എന്ന് വെച്ചാൽ ആത്മാവ് ഈ സൃഷ്ടിയിൽ പുതിയ ദേഹം കിട്ടുക എന്നതാണ്. ആയുസ്സും ആരോഗ്യവും ഉള്ള ദേഹമാണ് പുതിയ ദേഹം എന്ന് പറയുന്നത്. സന്തോഷവും സമാധാനവുമായിട്ട് ജീവിക്കുന്നതാണ് യഥാർത്ഥ കുടുംബജീവിതം. അത് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഉള്ള ഈ രാവണനെ കൊന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം. ഈ രാമായണം വെറും കഥയല്ല, ഇത് നമ്മുടെ ജീവിതമാണ്. ഇതിലെ ഓരോ കഥാപാത്രത്തിലെ നല്ലതിനെ മാത്രം സ്വീകരിക്കുക, അത് മാത്രമേ വിജയിക്കുന്നുള്ളൂ. അല്ലാത്തതെല്ലാം പരാജയപ്പെടുന്നതായിട്ടാണ് നാം അവിടെ കാണുന്നത്. ഇവിടെ രാവണവധത്തിന് ശേഷം ശ്രീരാമൻ സീതയെ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഓർക്കണം, അത് മായാസീതയാണ് എന്നത്. ശ്രീരാമൻ വീണ്ടെടുത്ത സീതയെ അതുപടി സ്വീകരിക്കുന്നില്ല. കാരണം അത് മായാസീതയാണ്. ഇവിടെ അഗ്നിപരീക്ഷ നടത്തുകയാണ്. എന്താണ് ഇതിന്റെ ഭാവാർത്ഥം? അതായത് ഓരോ ആത്മാക്കളാകുന്ന സീതയും പഞ്ചവികാരങ്ങളാകുന്ന രാവണന്റെ പിടിയിലാണ് എന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. ഇവിടെയാണ് പരമാത്മാവ് ആത്മാക്കളാകുന്ന സീതകളെ തിരിച്ചെടുക്കാനായി, ആ വികാരങ്ങളിൽ നിന്നും മോചിപ്പിക്കാനായി വാനരന്മാരെ സഹായിക്കുന്ന, അതായത് അക്ഷീണവും ത്യാഗവും സത്യതയും നിറഞ്ഞവരെ കൊണ്ട് മറ്റുള്ള ആത്മാക്കളെ, വികാരങ്ങളിൽ കുടുങ്ങിയിരിക്കുന്ന ആത്മാക്കളെ വീണ്ടെടുക്കുകയാണ്. പക്ഷെ ഈ വീണ്ടെടുക്കുന്ന ആത്മാക്കളെ പരമാത്മാ രാമൻ അതുപടി സ്വീകരിക്കുന്നില്ല. പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇവിടെ നമ്മളിപ്പോ ഈശ്വരന്റെ കുട്ടികളായി, ഭഗവാന്റേതായി തീർന്നു. നമ്മള് പരമാത്മാവിന്റെ സന്താനം, ഞാൻ ആത്മാവാണ് എന്ന അറിവ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? യോഗ അഗ്നി എന്നാണ് പറയുന്നത്. യോഗം എന്ന വാക്കിന്റെ അർത്ഥം ലിങ്ക്, കണക്ഷൻ, കമ്മ്യൂണിക്കേഷൻ. യോഗം കൂടുക എന്ന് വെച്ചാൽ ഒന്നിച്ചു ചേരുക. വിയോഗം എന്ന് വെച്ചാൽ വേർപെടുക എന്നതാണ്. യോഗ അഗ്നി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഗ്നി എന്ന് വെച്ചാൽ ജ്വലിക്കുക എന്നതാണ്. അതായത് അത്രയും താല്പര്യത്തോടു കൂടി മനസ്സുകൊണ്ട് നാം പരമാത്മാവുമായി ബന്ധം, യോഗം വെക്കണം. ആത്മാവ് പരമാത്മാവുമായി വെക്കുന്ന ആ യോഗത്തിലൂടെയാണ്, ആ അഗ്നിയിലൂടെയാണ് ആത്മാവിലെ അഴുക്കുകളെല്ലാം കഴുകിക്കളയുന്നത്. രാവണന്റെ ആ സ്വഭാവം, രാവണ സംസ്കാരം നിശേഷം ഇല്ലാതാകുന്നത്. അങ്ങനെ ഇല്ലാതാകുന്ന ആത്മാക്കളെയാണ് പരമാത്മാവ് തന്റെ കൂടെ കൊണ്ടുപോകുന്നത്. തന്റെ കൂടെ കൊണ്ടുപോയി എന്താണ് ഇവിടെ ചെയ്യുന്നത്? സത്യയുഗത്തിൽ, ഇനി വരാൻ പോകുന്ന പുതിയ യുഗത്തിൽ, രാമരാജ്യത്തിൽ പട്ടാഭിഷേകം നടത്തുകയാണ് അവിടെ ചെയ്യുന്നത്. ശ്രീരാമന്റെയും സീതയുടെയും രാജ്യസിംഹാസനത്തിലിരിക്കുന്ന ദൃശ്യമാണ് ഇത്. ഏതാത്മാവാണോ പരമാത്മാവാകുന്ന രാമന്റെ സ്മൃതിയിലിരുന്ന് തന്റെ ഉള്ളിലെ പഞ്ചവികാരങ്ങളാകുന്ന അഴുക്കിനെ ഭസ്മീകരിക്കുന്നത്, അവരാണ് പുതിയ ലോകത്തിൽ രാജ്യം ഭരിക്കാൻ യോഗ്യരായവര്, രാമരാജ്യത്തിൽ പോകാൻ യോഗ്യരായവർ. ഇവിടെ കഥ വീണ്ടും തുടരുകയാണ്. ശ്രീരാമൻ സീതയെ സ്വീകരിച്ച് പട്ടാഭിഷേകം നടത്തി.